Glory to God. Blessed be the name of the Lord. നല്ല സമയത്തിനായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടി നമുക്ക് ദൈവവചനം കേൾക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവിൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തിയൊക്കെ നമുക്കിന്ന് അനുഭവിക്കാം. ദൈവം നൽകുന്ന നല്ല അവസരം, ദൈവം നൽകുന്ന നല്ല ഭാഗ്യം, ദൈവം നൽകുന്ന നല്ല സാവകാശത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവെഴുത്ത് വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഭാഗമാണ് മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് ആ ചിന്തയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ആ ദൈവിക സന്ദേശത്തിൽ കർത്താവ് ഇന്ന് ആഴവും സ്പർശനീയമായ നിലയിൽ നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുകളുണ്ടാകും. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പ്രാർത്ഥനയിലാണ്. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ആശയവിനിമയ സമയത്താണ്. ഒരു ആശയവിനിമയം എപ്പോഴാണ് ആരംഭിക്കുന്നത്? രണ്ട് പേർ ചേർന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്. നിങ്ങളിൽ എത്ര പേർ ദൈവത്തോട് സംസാരിക്കാറുണ്ട്? ആശയവിനിമയം എന്ന് പറയുമ്പോൾ കേവലം ഒരു വ്യക്തി മാത്രം ഒരു ഭാഗത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ദൈവവും തിരിച്ച് നമ്മോട് ഇടപെടുന്നതാണ്. അല്ലെങ്കിൽ എതിരെ ഇരിക്കുന്ന വ്യക്തി നമ്മോട് തിരിച്ച് മറുപടി പറയുന്നതും കൂടെയാണ് കോൺവെർസേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത്. ഇന്ന് ദൈവവുമായി സംസാരിക്കുന്നവരോടാണ് ഈ ആലോചന പറയാനുള്ളത്. ഇന്ന് ദൈവവുമായി സംസാരിക്കാൻ സമയം ചെലവിടുന്നവരോടാണ് എനിക്ക് ആലോചന പറയാനുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരോടാണ്. ഇന്ന് നിങ്ങൾക്ക് വലിയ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ദിവസമാണ്. ദൈവം ഇടപെടുക ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്, ദൈവത്തിൻ്റെ ആലോചനകളിലൂടെയാണ്, ദൈവം നൽകുന്ന വെളിപ്പാടുകളിലൂടെയാണ്. ഇന്ന് ഈ ലോകത്തിൽ ആര് നിങ്ങളോട് സംസാരിക്കാനില്ലെങ്കിലും, സുഹൃത്തെ, ഇന്ന് ഈ ലോകത്തിൽ ആര് നിങ്ങളോട് സംസാരിക്കാനില്ലെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സ്വരങ്ങൾ കേട്ടവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവിച്ചിരുന്നിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിലും ജീവിക്കുന്ന സാക്ഷികളായി അനേക പേരെ ദൈവം ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം, അതിന്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ദൈവത്തോട് മാത്രമാണ്. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ തുറന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഒരു തെളിവ്, വിശുദ്ധ ബൈബിൾ വിരൽ ചൂണ്ടുന്നത് സ്വർഗത്തിലേക്കാണ്. ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയം വെച്ച് കർത്താവെ എന്നോട് നീ സംസാരിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുകയാണ്. മനോഹയ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട്. സുഹൃത്തേ, ഈ ലോകത്തിൽ പലതിനും മറുപടിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചെന്നിരിക്കും. ഞാൻ സമ്മതിക്കും. പലതിനും മറുപടിയില്ല, പല ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വിമർശിക്കും. ഈ ലോകത്തിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് സുഹൃത്തെ ഉത്തരവുള്ളത്. പ്രാർത്ഥിച്ച് മടുത്തവരുണ്ടോ? പ്രാർത്ഥിച്ച് പ്രതീക്ഷ കൈവിട്ടവരുണ്ടോ? പ്രാർത്ഥിച്ച് പ്രതീക്ഷ അസ്തമിച്ചു പോയവരെന്നെ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ഉപവാസങ്ങൾക്ക് ഉത്തരവുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഉത്തരവുണ്ട്. ദൈവത്തിലുള്ള ആശ്രയത്വത്തിന് ഉത്തരവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്.
വീട് പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്, മനസ്സ് തകർന്നിട്ട് ഒരു ആശ്വാസത്തിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിന്റെ യഥാസ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് സുഹൃത്തെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു എന്നാണ് വചനം വായിക്കുന്നത്. എന്താണ് മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചത്? ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്, ഒന്നിലധികം കാരണങ്ങളുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് ഒരുവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനോഹ ആക്ച്വലി ആവശ്യപ്പെടുന്നത്, അതായത് ഈ വചനം 13-ാമത്തെ അധ്യായം തുടക്കം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനോഹ ശരിക്കും പ്രാർത്ഥനയിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ഒരു രണ്ടാം സന്ദർശനമാണ്. ഓ മൈ ഗോഡ്, ഒരു രണ്ടാം സന്ദർശനമാണ് മനോഹ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. കാരണം 13-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സോരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്ന പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇതാരാ പറയുന്നേ? ഇത് ദൂതനാണ് പറയുന്നത്. ഇത് ദൈവം പറഞ്ഞ ഒരു ശബ്ദമാണ്. ദൈവശബ്ദങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ച് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ടാം സന്ദർശനം സ്വർഗം നിന്റെ ജീവിതത്തിൽ നൽകാൻ പോകുകയാണ്. നീ കേട്ട വാഗ്ദത്തം തെറ്റല്ലെന്ന്, നിങ്ങൾ കേട്ട ദൈവാലോചന തെറ്റല്ലെന്ന്, നിങ്ങളെ ദൈവം കാണിച്ച ദർശനം തെറ്റല്ലെന്ന്, ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്ക് തെറ്റല്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു രണ്ടാം സന്ദർശനമായി ഈ ദൈവാലോചന താങ്കൾ കൈമാറുമ്പോൾ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് ഈ ദൂത് എന്നോടാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാണ്? പ്രാർത്ഥനയിൽ മല്ല് പിടിച്ചവനോട് മറുപടി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ മല്ല് പിടിച്ചവന് മറുപടി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ പോരാടിയവന് മറുപടി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവന് മറുപടി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ വിശ്വസിച്ചവന് മറുപടി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയവന് മറുപടി കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥനയിൽ വിശ്വസിച്ചവനും പ്രാർത്ഥനയിൽ ദൈവം പറഞ്ഞത് സ്വീകരിച്ചവന് മറുപടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ദൂത് ചിലർക്ക് കൈമാറുകയാണ്. പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ ഇരിക്കുന്ന, പ്രാർത്ഥനയിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന, ഏതൊക്കെയോ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മറുപടി കണ്ടേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഈ ദൂത് നിനക്കൊരു രണ്ടാം സന്ദർശനമാണ്. ഈ ദൈവ സന്ദേശം, ഈ ആത്മീയാലോചന താങ്കൾക്ക് ദൈവം നൽകുന്ന ഒരു രണ്ടാമത്തെ സന്ദർശനമാണ്, ഒരു ഉറപ്പിക്കലാണ്, ഒരു കൺഫർമേഷനാണ്, ഒരു കൺഫർമേഷനാണ്, ഒരു കൺഫർമേഷനാണ്. അപ്പോ മനോഹയുടെ ഭാര്യയോട് ദൈവം തന്നെ പറയുന്ന കാര്യം, നിനക്കൊരു അസാധ്യതയുണ്ട്, നിനക്കൊരു മേലായികയുണ്ട്, നിനക്കൊരു കഴിവില്ലായ്മയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കഴിവും കഴിവുകേടും അറിയുന്ന ഒരു ദൈവം നമ്മുടെ കഴിവുകേടുകളെ കുറിച്ച് വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ദൈവമല്ല. ലോകം മറിച്ചും ദൈവം ഇങ്ങനെയുമാണ്. കാരണം ദൈവം ശരിയായ നിലകളിലാണ് ഇപ്പോൾ മനോഹയുടെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നീ മച്ചിയാക കൊണ്ട് പ്രസവിച്ചില്ല. എന്തുകൊണ്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ റിസൾട്ടുകൾ ഉണ്ടാകുന്നില്ല എന്ന് മനുഷ്യനേക്കാൾ നന്നായി ദൈവം അറിയുന്നു. എന്തുകൊണ്ട് പരിശ്രമങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ലെന്നും പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകുന്നില്ലെന്നും ദൈവം അറിയുന്നു. സുഹൃത്തെ, നമ്മൾ തല പുകച്ച് ആലോചിച്ചാലും ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല. എന്നാൽ ദൈവത്തിന്റെ പക്കൽ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരമുണ്ട്.
മനോഹയുടെ ഭാര്യയോട് ദൈവം സംസാരിക്കുന്നത്, നീ മച്ചിയാക കൊണ്ട് നീ പ്രസവിച്ചില്ല. അവളുടെ പ്രശ്നം അവൾ മച്ചിയായതുകൊണ്ട്. അവൾക്ക് പുത്രോത്പാദന ശക്തിയില്ല, ശേഷിയില്ല, അവൾ മച്ചിയാണ് എന്നുള്ളതാ പറയുന്നത്. എന്നാൽ ദൈവം അവളുടെ ഫലം പുറപ്പെടാത്ത കാര്യത്തെ വെളിപ്പെടുത്തിയിട്ട് അടുത്ത ദൂതിൽ ദൈവം ആ പോരായിക വെട്ടിമാറ്റുകയാണ്. ഓ ജീസസ്, ഞാൻ ഈ ആത്മീയ ശക്തിയോടെ, ഞാൻ ഈ ആത്മാവിൽ ഈ ആലോചന ആരോടെ പ്രവചിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലോകം നിന്റെ മുമ്പിൽ കുറവുകളെ നിരത്തി വെച്ച് പരിഹസിക്കുമ്പോൾ, ലോകം നിങ്ങളുടെ കഴിവില്ലായ്മയെ കുറിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ, ലോകം നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ കരയിക്കുമ്പോൾ, ദൈവം നിങ്ങളുടെ കുറവുകളെ കുറിച്ച് വെളിപ്പെടുത്തി ആ കുറവുകളെ വെട്ടി മാറ്റി അവിടെ പുതുവഴികളെ ഒരുക്കി നിങ്ങളെ പുതിയ ഒരു സാക്ഷിയാക്കി മാറ്റാൻ, പുതിയൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ, പുതിയൊരു സന്തോഷം നിങ്ങൾക്കുണ്ടാകാൻ മാർഗമുണ്ടോ എന്ന് നോക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് മനോഹ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ കൃപയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനോഹ ദൈവത്തോട് പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഈ ആത്മീയ ശബ്ദത്തിന് ആമേൻ പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സമയം സ്വർഗം നിങ്ങളോട് ഇടപെടുകയാണ്. എന്താണ് ദൈവം പറഞ്ഞത്? നീ മച്ചിയാക കൊണ്ട് നീ പ്രസവിച്ചില്ല. എന്താണ് അവൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ, പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കാൻ, അവളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ, അവളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ, അവളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ, ജീവിതം സുരക്ഷിതത്വമുള്ളതാക്കാൻ, ശുശ്രൂഷയിൽ വളരാൻ, സ്വഭാവം നന്നാകാൻ, യാത്രയ്ക്ക് പോകാൻ തടസ്സമെന്നുള്ളത് എന്താണ്? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് തടസ്സമെന്നുള്ളത് ആദ്യം ദൈവം വെളിപ്പെടുത്തി. ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നാലേ വിടുതലുള്ളൂ. ഒരാമേൻ പറഞ്ഞേ. ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നാലേ വിടുതലുള്ളൂ. ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നാലേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. മറഞ്ഞിരുന്നാൽ നീ ചില സത്യങ്ങൾ അറിയത്തില്ല. മറഞ്ഞിരുന്നാൽ ചില സത്യം അറിയത്തില്ല. എന്നാൽ ചില സത്യങ്ങൾ വെളിപ്പെട്ടാൽ നിനക്ക് ജയമാണ്. ചില സത്യങ്ങൾ വെളിപ്പെട്ടാൽ നിനക്ക് ജയമാണ്. ഇന്ന് പരാജയപ്പെടാനല്ല ദൈവം താങ്കളെ വിളിച്ചത്. ഇടറിപ്പോകാനല്ല കർത്താവ് വിളിച്ചത്. പിന്മാറിപ്പോകാനല്ല ദൈവം വിളിച്ചത്. ക്രിസ്തീയ ജീവിതം കഷ്ടം നിറഞ്ഞ ജീവിതമെന്ന് മനസ്സിൽ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ശാസിക്ക്. ക്രിസ്തീയ ജീവിതം തകർച്ചയുടെ ജീവിതമെന്നും അതിൽ കയറി ആരും ഗതി പിടിച്ചിട്ടില്ല എന്നുമൊക്കെ മനസ്സ് സംസാരിക്കുന്നെങ്കിൽ ശാസിക്ക്. ഉള്ളത്തിൽ ആ വാക്യങ്ങൾ മന്ത്രിക്കുന്നെങ്കിൽ അതിനെ ശാസിക്ക്, ജയമെടുക്ക്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. പ്രൈസ് ഗോഡ്. ആദ്യം മനോഹയുടെ ഭാര്യയുടെ അവസ്ഥയെ ദൈവം വെളിപ്പെടുത്തുന്നു. സഹോദര, ആര് പറഞ്ഞിട്ടാ മനോഹയുടെ ഭാര്യയുടെ അവസ്ഥയെ ദൈവം സംസാരിച്ചത്? ആരും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്നാൽ ദൈവം മനോഹയുടെ കുടുംബത്തെ അറിയുന്നു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഈ ലോകത്തിൽ ആർക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം അറിയാതിരിക്കുമ്പോൾ, പുറമെ ചിരിക്കുന്ന നിങ്ങളെ മാത്രമേ എല്ലാവർക്കും അറിയൂ. പക്ഷെ അകമേ വിങ്ങുന്ന താങ്കളെ, താങ്കളുടെ ഭർത്താവിനെ, താങ്കളുടെ മക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന പരിമിതികളെ, നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ പുറമെ ചിരിച്ചു കാണുന്ന ആരും മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിന്റെ ഉള്ളറിയുന്ന ദൈവം ഇന്ന് നിന്നോട് സംസാരിക്കുന്നത് ഒരു രണ്ടാം സന്ദർശനമായിട്ടാണ്. പലവട്ടം ആത്മീയ ആലോചനകൾ കേട്ടതല്ലേ, പലവട്ടം ദൂതുകൾ കേട്ടതല്ലേ, പലവട്ടം പ്രവചനങ്ങൾ കേട്ടതല്ലേ. വീണ്ടും വീണ്ടും ദൈവം എന്നോട് സംസാരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചതുകൊണ്ട് ഒരു രണ്ടാം സന്ദർശനം. മനോഹയുടെ ഭാര്യയോട് ദൈവം ഇതെല്ലാം പറഞ്ഞു. മോളെ, നീ മച്ചി എന്നൊരവസ്ഥ നിനക്കുള്ളത് കൊണ്ടാണ് നീ പ്രസവിക്കാത്ത. നിന്റെ അവസ്ഥ മാറാൻ പോവാ. കർത്താവ് പറഞ്ഞ നിന്റെ അവസ്ഥ മാറാൻ പോവാ. ഞാൻ ഈ ദൂത് താങ്കൾക്ക് ഇടുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റെടുക്കുകയാണ്. അവസ്ഥകൾ മാറാൻ പോകുകയാണ്, സാഹചര്യങ്ങൾ മാറാൻ പോകുകയാണ്, കാരണങ്ങൾ മാറാൻ പോവുകയാണ്, ബന്ധനങ്ങൾ അഴിയാൻ പോവുകയാണ്, ചങ്ങലകൾ പൊട്ടാൻ പോവുകയാണ്, അവസ്ഥ മാറാൻ പോവുക. കർത്താവ് പറഞ്ഞ ദൂതതാ. മോളെ,
നീ മച്ചിയാകൊണ്ട് നീ പ്രസവിച്ചില്ല. നിന്റെ അവസ്ഥ മാറുക, നിന്റെ അവസ്ഥ മാറുക, നിന്റെ പേര് മാറുക, നിന്റെ പഴമ മാറുക, നിന്റെ പഴയ ചിന്തകൾ മാറുക, നിന്റെ ഡ്യൂട്ടി മാറുക. ഇനി നിനക്ക് മനോഹയെ മാത്രം നോക്കിയാ പോരാ. ഇനി നിനക്ക് മനോഹയെ മാത്രം നോക്കിയാ പോരാ. ആമേൻ. നീ ചെയ്തോണ്ടിരുന്ന ജോലി മാറും കേട്ടോ. നിന്റെ സ്ഥാനങ്ങളെല്ലാം മാറും, നിന്റെ ദർശനം മാറും, വിഷൻസ് മാറും, ഡ്യൂട്ടീസ് മാറും, സാലറി മാറും, വീട് മാറും, ലൈഫ് മാറും, പ്രാർത്ഥന ശൈലി മാറും. എല്ലാം ദൈവം മാറ്റും. ആമേൻ. വചനം പറയുന്നു, താഴേക്ക് വായിക്കുമോ? നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും. അത് ദൈവത്തിനെ ആ വാക്ക് പറയാൻ പറ്റും, മനുഷ്യർക്കും പറയാൻ പറ്റും. എങ്കിലും കഷ്ടമായിപ്പോയി, എങ്കിലും അതൊരു നഷ്ടമായിപ്പോയി, അയ്യോ എങ്കിലും വല്ലാത്ത അവസ്ഥയാ. ഇതൊക്കെ മനുഷ്യൻ പറയും. നമ്മുടെ മുന്നേ വന്ന് എങ്കിലും പറഞ്ഞ് നമ്മളെ ഏങ്ങിക്കരവിക്കാൻ കാരണം ഉണ്ടാക്കുന്നതല്ലാതെ മനുഷ്യനെ കൊണ്ട് വേറെ ഒരു ഗുണവുമില്ല. മനുഷ്യനെ കൊണ്ട് വേറെ ഒരു ഗുണവുമില്ല. എന്നാൽ ആത്മാവുള്ളവൻ പറയും, എങ്കിലും നീ പ്രസവിക്കും, എങ്കിലും നീ ഫലം കായ്ക്കും, എങ്കിലും നീ അനുഗ്രഹിക്കപ്പെടും, എങ്കിലും നിനക്കൊരു വിടുതലുണ്ടാകും, എങ്കിലും നീ സൗഖ്യമാകും. ഈ വാക്ക് വേറെയാ, മറ്റേ വാക്ക് വേറെയാ. ഈ വാക്ക് വരുന്നത് ദൈവത്തിൽ നിന്നാ, മറ്റേത് വരുന്നത് ദുഷ്ടനിൽ നിന്ന്. തിരുവെഴുത്ത് പറയാ, നീ ഗർഭം ധരിച്ച്, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇന്ന് അങ്ങനെയുള്ള ആഗ്രഹത്തിൽ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, തലമുറകളില്ലാതെ അതിനുവേണ്ടി ഒത്തിരി ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട്, ഒത്തിരി പേരെ കണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട്, ഒത്തിരി ഉപവാസങ്ങൾ എടുത്തിട്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ, നിന്റെ ഉദരത്തിലോട്ട് കൈവച്ചേ. ഈ സമയം ഈ ദൂത് നിന്റെ മേൽ ഡിക്ലെയർ ആകുകയാണ്. ഒരുപക്ഷെ അമ്മേ, നിങ്ങളുടെ മരുമകൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദറെ, നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്ററെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉദരത്തിലോട്ടൊന്ന് കൈവച്ചേ. ദൈവത്തിന് അസാധ്യമായി എന്താ ഉള്ളേ? ദൈവത്തിന് തുറക്കാൻ കഴിയാത്ത എന്താ ഉള്ളേ? ദൈവത്തിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത എന്താ ഉള്ളേ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തിനകത്ത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആമേൻ, അവരുടെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ, ഒരു ക്രിയേഷൻ, ഒരു സൃഷ്ടിപ്പ് ഉണ്ടാകട്ടെ. ആമേൻ. ദൈവം പറഞ്ഞ ഇങ്ങനെയാണ്, നീ പ്രസവിക്കും, പക്ഷെ നീ എന്ത് ചെയ്യണം? എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ദൈവം ചില ഫോർമാലിറ്റീസ് പറയും. നമ്മൾ എന്ത് ചെയ്യണം ദൈവം പറയും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവശബ്ദങ്ങളും നമുക്ക് വെറുതെ പ്രാപിച്ചെടുക്കാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്ന പോലെ അനുസരിച്ചേ പറ്റും. താഴേക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നു, അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല, തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീറായിരിക്കും എന്ന് പറഞ്ഞു. സ്ത്രീയോട് ദൂതൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്കൊരു വിടുതലുണ്ട്. രണ്ട്, വിടുതൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ എങ്ങനെ ജീവിക്കണം, ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനകത്ത് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയും അധികമായി വിവരിച്ചിരിക്കുമ്പോൾ, ദൈവം പറയുന്ന നിലകളിൽ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് നന്മയ്ക്ക് മാറ്റമില്ല. നന്മ
അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. വാഗ്ദത്തങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ദൈവാലോചനകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ദൈവിക സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ദൈവ സാന്നിധ്യം മാറ്റിക്കളയുന്ന എന്തെങ്കിലും ഒന്ന് താങ്കളെ ഭരിക്കുന്നുവെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുക. ദൈവ സാന്നിധ്യം താങ്കളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവനാമത്തിൽ ജയമെടുക്കുക. ഒരു വാഗ്ദത്തം കൊടുക്കുന്നു, നിന്റെ അവസ്ഥ മാറും മോളെ എന്ന് ദൂതൻ പറഞ്ഞിട്ട് പറയുകയാണ്. പക്ഷെ നീ എന്ത് ചെയ്യണം? വീഞ്ഞ് തൊടരുത്, മദ്യം തൊടരുത്, അശുദ്ധമായതൊന്നും തിന്നരുത്, ദൈവത്തിന് വേണ്ടി നീ വിശുദ്ധമായി ജീവിക്കണം എന്ന ദൈവിക ആലോചന കൈമാറുമ്പോൾ ഒരു വാഗ്ദത്തം നീങ്ങിപ്പോകാൻ ഒരു തെറ്റുമതി. ഒരു ദൈവശബ്ദം മാറി നിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുമതി. മനഃപൂർവമായ അറിയാതെ ചെയ്യുന്നതിന് നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. മനഃപൂർവമായി ചെയ്യുന്നതിനും ക്ഷമ ചോദിക്കാം. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ ഒരശുദ്ധി മതി. ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കുറവ് മതി. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ഒന്ന് ജയമെടുക്കാൻ ആഗ്രഹമുണ്ട്? ജയമെടുക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിച്ചാലോ? ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തിയാലോ? ദൈവത്തോട് കൂടെയുള്ളൊരു ജീവിതം ആരംഭിച്ചാലോ? ലോകക്കാർ പറയും അവന് ഭക്തി മൂത്ത് ഭ്രാന്തായതാണ്. നെവർ മൈൻഡ്, ലിവ് ഇറ്റ്. അതിനകത്ത് അതിശയോക്തി കാണാതിരിക്കുക. കാരണം ലോകത്തിന് ഇത് മനസ്സിലാകത്തില്ല. ലോകത്തിന് ഇതിന്റെ ആഴം മനസ്സിലാകത്തില്ല. ലോക മനുഷ്യർക്ക് ആത്മാവിന്റെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയത്തില്ല. കാരണം അവർ പ്രാകൃത മനുഷ്യരല്ലോ. എന്നാൽ ഒരാത്മീയനെ സംബന്ധിച്ച് ആത്മാവ് അവനെ പലവട്ടം തൊട്ടതിന്റെ അനുഭവ സമ്പത്ത് അവനിൽ കിടക്കുന്നത് കൊണ്ട് അവൻ ദൈവശബ്ദങ്ങളോട് കാന്തവിരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അവൻ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അവനോടുള്ള ദൂതൻ, അവനോടുള്ള ആലോചന എന്ത്, അവനോടുള്ള ദൈവിക അരുളപ്പാടെന്തെന്ന് അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവം താങ്കളോട് സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു വാഗ്ദത്തം മാറ്റാൻ നമ്മുടെ ജീവിതത്തിലെ കുറവ് മതി. ഒരു വിടുതൽ തടയാൻ നമ്മുടെ ജീവിതത്തിലെ പോരായ്മ മതി. അതുകൊണ്ട് ഈ സമയം ദൈവം താരോടൊക്കെയോ പറയുന്നു, ഉണരുക, അശുദ്ധമായതൊന്നും തുടരുത്. മുകളിലേക്ക് വായിക്കുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ താൻ മനോഹയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ദൂതുകളെല്ലാം പറയുകയാണ്. മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്രാമത്തെ വാക്യമാ? മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചത് 8-ാമത്തെ വാക്യമാണ്. മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ഒരു രണ്ടാമത്തെ വരവ്, ഒരു സെക്കൻഡ് വിസിറ്റ്, ഒരു രണ്ടാമത്തെ സന്ദർശനം മനോഹ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥന, ദൈവം ഇറങ്ങി വരാനും നിന്റെ പ്രാർത്ഥന മതി. പ്രാർത്ഥനയ്ക്ക് മറുപടി, രോഗത്തിന് സൗഖ്യം പ്രാർത്ഥനയുടെ മറുപടിയാ. സാമ്പത്തിക ബുദ്ധിമുട്ടിന് വിടുതൽ പ്രാർത്ഥനയുടെ മറുപടിയാ. എന്നാൽ കേവലം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനോ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥന ദൈവത്തെ നമ്മുടെ ഭവനത്തിൽ സന്ദർശനം ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എത്ര പേർ ദൈവത്തെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വിളിക്കാൻ തയ്യാറാണ്? എത്ര പേർ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്? യേശുവിനെ രക്ഷകനും കർത്താവുമായി എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? യേശു എന്റെ ജീവിതത്തിന്റെ സർവസ്വമാണെന്ന് പറഞ്ഞ് അവനെ ജീവിതത്തിൽ ഇടം കൊടുക്കാൻ എത്ര പേർ തയ്യാറാണ്? അവർ കരങ്ങൾ ഉയർത്തി, യേശുവേ, ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വരണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് എത്ര പേർക്ക് ഈ സമയം ഒന്ന് ക്ഷണിക്കാൻ കഴിയും? Glory to God. വചനം പറയാം. ആമേൻ, ആമേൻ. 9-ാമത്തെ വാക്യം, ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. കേവലം ഒരു ഉത്തരം കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നതിനേക്കാൾ കർത്താവ് ഇപ്പൊ ഹാപ്പിയാ. കാര്യം വരാനാ വിളിച്ചേ. മനോഹ ദൈവത്തെ വരാനാ വിളിച്ചേ. മനോഹ ദൈവദൂതനെ ഒന്നും കൂടെ അയക്കണേ എന്നാ പറഞ്ഞ്. ഒരു രണ്ടാം സന്ദർശനം വേണം കർത്താവേ, എന്റെ ലൈഫിൽ ഒരു രണ്ടാം സന്ദർശനം വേണമപ്പ. എനിക്കൊന്ന് വാഗ്ദത്തം ഉറപ്പിക്കാൻ, എനിക്കൊരു കൺഫർമേഷന് വേണ്ടി, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ ഒരു രണ്ടാം സന്ദർശനം വേണം കർത്താവേ പറയുന്ന എത്ര പേരുണ്ട്? ദൈവം സന്ദർശിച്ചാലേ ചില വ്യക്തികൾ വിശ്വസിക്കത്തുള്ളെങ്കിൽ, ദൈവം ഇടപെട്ടാലേ ചില വ്യക്തികൾക്ക് രൂപാന്തരം വരത്തുള്ളെങ്കിൽ, ദൈവം ഇടപെട്ടാലേ ചില കാര്യങ്ങൾക്കകത്ത് തീർപ്പുള്ളെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ അവൻ ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. Glory to God. Hallelujah. ഒരു സ്തോത്രം ചെയ്ത് Hallelujah. Praise God. മനോഹയുടെ പ്രാർത്ഥന വളരെ സിമ്പിളാണ്, പക്ഷെ മറുപടി അസാധാരണമാണ്. മനോഹയുടെ പ്രാർത്ഥന സിമ്പിളാണ്, പക്ഷെ മറുപടി
അസാധാരണമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ സമയം? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്താ സംഭവിച്ചതെന്നറിയാവോ? 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവ മനോഹയുടെ പ്രാർത്ഥന കേട്ടു ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു. അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് മനോഹയോടുകൂടെ ഉണ്ടായിരുന്നില്ല. അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നില്ല. ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു, അന്ന് എൻ്റെ അടുക്കൽ വന്ന ആളിതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്നവനോട് പറഞ്ഞു. മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോടുകൂടെ ചെന്ന പുരുഷന്റെ അടുക്കലെത്തി. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്നവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? നോക്കിയേ, ദൈവ ആലോചന ചോദിക്കുന്ന രീതി. മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഉത്തരം കൊടുത്തത് ഭാര്യയ്ക്കാണ്. ഭാര്യയിലൂടെ ഭർത്താവിന്റെ അരികിലേക്ക് ആ ഉത്തരവെത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, നീ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം നിനക്ക് ലഭിക്കുന്നത്. വിടുതൽ ലഭിച്ചു എന്ന് നീ അറിയുന്നത് മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം. വിടുതലുണ്ട് എന്ന് ഉറച്ച മനോഹയാണ് തന്റെ ഭാര്യയിലൂടെ താൻ ആ വിടുതൽ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ മറുപടികളുണ്ട്. ഒരു 2-ാം സന്ദർശനം മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായതുപോലെ, പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് വിടുതലും വ്യത്യാസവും തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന പക്ഷം കർത്താവിനത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന പക്ഷം കർത്താവിനത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ദൈവം നിങ്ങളുടെ അരികിൽ വരാതിരിക്കുകയില്ല. ഒരു 2-ാം സന്ദർശനം എനിക്ക് വേണം കർത്താവേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പറയുന്ന, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറയുന്ന, എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ ഈ സമയം സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഭയങ്കര രൂപാന്തരങ്ങൾ ഈ സമയം നടക്കും. ഭയങ്കര രൂപാന്തരങ്ങൾ നടക്കും. ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ ചില വ്യക്തിക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കാൻ പോകുന്നു. ഇതുവരെ അഴിയാത്ത കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിക്കാൻ പോകുക. നിനക്ക് വേണ്ടി ദൂതൻ ഇതിനു മുൻപേയും ഇറങ്ങിയിട്ടുള്ള അനുഭവങ്ങളുള്ള ചിലർ ഇതിനകത്തുണ്ട്. ദൂതൻ ഇറങ്ങിയതുപോലെ ചില കാര്യങ്ങളുടെ വിടുതലുകൾ കണ്ടു. ഇനിയും നിനക്ക് വേണ്ടി ദൈവം നിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങുവാൻ സജ്ജമാണ്, തയ്യാറാണ്. വിശ്വാസം കൈവിടാത്ത ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസം കൈവിടാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ മടുത്തു പോകാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ മടുത്തു പോകാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കുന്നു. ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ ദൈവസാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. എവിടെയൊക്കെയോ ദൈവിക ചലനങ്ങൾ ഉണ്ടാകുന്നു. ആരുടെയൊക്കെയോ മേൽ കർത്തൃശക്തി സ്പർശിക്കുന്നു. ആരുടെയൊക്കെയോ ഉദരങ്ങളെ ദൈവം തുറക്കുന്നു. ചില പേരുദോഷങ്ങൾ മാറിപ്പോകുന്നു. പേരുദോഷങ്ങൾ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആക്ഷേപങ്ങൾ നീങ്ങുന്നു. സംഭവിക്കട്ടെ. തെളിവായൊരു ദൈവപ്രവൃത്തി. കർത്താവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു. ദൈവാത്മാവേ, ഇവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന വലിയ സ്നേഹത്തിന് സ്തോത്രം. ഇന്ന് മനോഹ പ്രാർത്ഥിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ ദൈവസാന്നിധ്യത്താൽ ഉറപ്പിക്കപ്പെടട്ടെ. ഞങ്ങൾ കേട്ട ദൈവശബ്ദം ദൈവസാന്നിധ്യത്താൽ ഉറപ്പിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് മെച്ചപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഈ കൂടി വന്ന ജനത്തിൽ വലിയൊരു സൗഖ്യം ഈ സമയം നടക്കട്ടെ. ഇന്ന് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സ്പർശനമുണ്ടാകട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു ഡാഡി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗാഡ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർ കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് അയക്കാം. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥിക്കാനും അവസരമുണ്ട്.
എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ചാനലിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എല്ലാ സന്ദേശങ്ങളും മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കുക എന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്ത്, അല്ലെങ്കിൽ വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആ ബാങ്ക് ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് നിങ്ങളുടെ സംഭാവനകൾ ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. കർത്താവ് അതിനാൽ നിങ്ങളെ അധികമായി വർദ്ധിപ്പിക്കുകയും മാനിക്കുകയും ചെയ്യുവാൻ അവൻ വിശ്വസ്തനാകുന്നുവല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.